കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങി വരുന്നു. ഈ ചോദ്യം ഉയർന്നപ്പോഴെല്ലാം ഇത്തരം അഭ്യൂഹങ്ങളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാർക്കും UDFിലേക്ക് മടങ്ങണമെന്ന വികാരം ശക്തമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരിക്കൽ നിയമസഭ കാണണമെങ്കിൽ ഇവരിൽ പലർക്കും UDF സ്ഥാനാർത്ഥിത്വം ലഭിച്ചേ മതിയാകും. ഇത് വെറുതെ പറയുകയല്ല, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, മന്ത്രിയാണ് അദ്ദേഹം, പാർട്ടിയുടെ ഏറ്റവും ജനകീയനായ നേതാവാണ്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിനു മുമ്പ് 4 വിജയങ്ങളും അദ്ദേഹം നേടിയത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. 2021 എത്തിയപ്പോൾ അദ്ദേഹം ഫ്രാൻസിസ് ജോർജ് എന്ന UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത് കേവലം 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞു വീശിയ 2016 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ റോഷിയുടെ ഭൂരിപക്ഷം 9000-ലധികം വോട്ടുകളായിരുന്നു. അതായത് 4000-ഓളം വോട്ടുകളുടെ ഒരു ഇടിവാണ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായത്. 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് 15000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി എന്നുള്ളതും റോഷിയെ അലസോരപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. സമാനമാണ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും കാര്യങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജോബ് മൈക്കിൾ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ നേടിയത് 16000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ മൊത്തം വിജയം 10000 വോട്ടുകൾക്കായിരുന്നു എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചത് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ഇനി പൂഞ്ഞാറിലേക്ക് എത്തുമ്പോഴാകട്ടെ, പൂഞ്ഞാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 12610 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണി ഈ മണ്ഡലത്തിൽ നിന്ന് 2024 നേടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 16581 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 2ാം സ്ഥാനത്തെത്തിയത് PC ജോർജ് ആയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. PC ജോർജിന്റെ പരാജയം ഉറപ്പിക്കുവാനായി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വിജയസാധ്യത കൂടുതലുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലിലേക്ക് ഏകീകരിച്ചതുകൊണ്ട് മാത്രമാണ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് ഇത്ര വലിയൊരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചത്. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മുസ്ലിം വോട്ട് ബാങ്ക് ഏകീകരിക്കുവാൻ കോൺഗ്രസിന് സാധിക്കും, UDFിന് സാധിക്കും. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിൽ നിന്ന് സെബാസ്റ്റ്യൻ പോളിനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഒരു തുടർ വിജയം അത്ര എളുപ്പമല്ല. ഇനി റാന്നി മണ്ഡലത്തിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയുടെ ഭാഗമായ റാന്നിയിൽ നിന്ന് ആന്റോ ആന്റണി നേടിയത് 9500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായണൻ എതിർ സ്ഥാനാർത്ഥിയായ റിങ്കു ചെറിയാനെ, കോൺഗ്രസ് പ്രതിനിധിയായ റിങ്കു ചെറിയാനെ പരാജയപ്പെടുത്തുന്നത് കേവലം 1285 വോട്ടുകൾക്ക് മാത്രമാണ്. ഇത്തരത്തിൽ ആകെയുള്ള 5 MLA-മാരിൽ 4 പേർക്കും ഇനി ഒരിക്കൽ കൂടി നിയമസഭ കാണണമെങ്കിൽ അത് UDF പക്ഷത്തു നിന്നുകൊണ്ടാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകുമെന്ന് കണക്കുകൾ തന്നെ വിശദീകരിക്കുന്നത് കൊണ്ടാണ്. കേരള കോൺഗ്രസ് MLA-മാർക്കിടയിലും നേതാക്കൾക്കിടയിലും ഭൂരിഭാഗം അണികൾക്കിടയിലും UDFിലേക്ക് മടങ്ങണം എന്ന വികാരം ശക്തമാകുന്നത്. ഈ കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.